വിദ്യാലയങ്ങൾക്കും ആരാധനാലയത്തിനും നടുവിൽ നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന മദ്യശാലയ്ക്ക് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശ. കട്ടപ്പന പുളിയൻമലയിലാണ് നിയമം അട്ടിമറിച്ച് കള്ളുഷാപ്പ് പ്രവർത്തനം തുടരുന്നത്. പള്ളി വികാരി ഉൾപ്പെടെയുള്ളവർ പരാതി നൽകിയെങ്കിലും ഇങ്ങനെയൊരു കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നില്ലെന്ന വിചിത്രമായ മറുപടിയാണ് എക്സൈസ് അധികൃതർ നൽകിയത്. ഇടുക്കി ജില്ലയിലെ 239 കള്ളുഷാപ്പുകളെക്കുറിച്ച് ജില്ലാ എക്സൈസ് ഓഫീസിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി നോക്കുക. ഇതിലെവിടെയും പുളിയൻമല എന്ന സ്ഥലത്ത് കള്ളുഷാപ്പുള്ളതായി പറയുന്നില്ല. ഇനി കട്ടപ്പന പുളിയൻമല ജംഗ്ഷനിലേക്ക് പോകാം. ഇവിടെ കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നുവെന്നതിന് ഈ ദൃശ്യങ്ങൾ സാക്ഷി. ലൈസൻസ് നമ്പർ അടക്കം ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. താഴിട്ട് പൂട്ടിയത് കണ്ട് പ്രവർത്തിക്കാത്ത ഷാപ്പാണെന്ന് കരുതേണ്ട. ക്യാമറ കണ്ണുകളെ പേടിച്ച് ഉടമ തൽക്കാലം സ്വീകരിച്ച തന്ത്രമാണിത്. 10 മീറ്റർ അകലെയാണ് സെന്റ് മേരീസ് ദേവാലയം. 300 മീറ്ററിനടുത്ത് 3 സ്കൂളുകളും. ആരാധനാലയങ്ങൾ, സെമിത്തേരികൾ, സ്കൂളുകൾ എന്നിവയിൽ നിന്ന് 400 മീറ്റർ അകലം പാലിക്കണമെന്ന നിയമം ഇവിടെ നഗ്നമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. എക്സൈസ് കമ്മീഷണർക്ക് പള്ളി വികാരി ടോംസ് മാത്തശ്ശേരി പരാതി കൊടുത്തുവെങ്കിലും ഇവിടെ ഷാപ്പില്ലെന്ന പഴയ വിവരാവകാശ മറുപടി വാക്കാൽ ലഭിച്ചു എന്നത് മാത്രം മിച്ചം. ഈ ആരാധനാലയത്തിൻ്റെ ഈ 400 മീറ്റർ അകലെ എന്നുള്ള സംഗതി പാലിക്കാതെ ഈ ഷാപ്പ് സ്ഥാപിച്ചതിൽ അതിന് ആര് അംഗീകാരം കൊടുത്തോ അതിനെ പ്രതിഷേധിക്കുകയും എത്രയും പെട്ടെന്ന് അത് മാറ്റി അതിൻ്റെ അനുവദനീയമായിട്ടുള്ള ദൂരപരിധിയിൽ സ്ഥാപിക്കുകയുമാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം. 7 മാസമായി ഈ വിധം പ്രവർത്തിക്കുന്ന ഷാപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന എക്സൈസിന്റെ വാദം ഈ സാഹചര്യത്തിൽ നിലനിൽക്കുന്നതല്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നുവെങ്കിൽ നിജസ്ഥിതി എന്തെന്ന് കണ്ടെത്താനാകും. വണ്ടൻമേട്ടിലെ ഷാപ്പ് ലൈസൻസിന്റെ മറവിലാണ് പുളിയൻമലയിലെ ഈ കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.